നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ തന്റെ ഒപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മമ്മൂട്ടി നീരസം പ്രകടിപ്പിച്ചത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം അടക്കം ഉയരുന്നുണ്ട്. അതിനിടയിൽ ചൂരൽമല സന്ദർശിക്കുന്നതിനിടയിൽ റഫീഖിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ അടുത്തുപോയി കൈപിടിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും റഫീഖിനെ അറിയില്ലെങ്കിൽ VD സതീശനോട് ചോദിക്കൂ റഫീഖ് ആരാണ് എന്നതടക്കമുള്ള പ്രചാരണം അടക്കം ഒരു വശത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒപ്പം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇടത് സൈബർ ഹാൻഡിലുകൾ അടക്കം മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. DYFI പ്രാദേശിക ഘടകങ്ങളുടെ ഉൾപ്പെടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കടുത്ത വിമർശനമാണ് മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറയാൻ മമ്മൂട്ടി ആരാണ് എന്ന ചോദ്യമാണ് ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഒന്നടങ്കം ചോദിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ശക്തമാകുന്നുണ്ട്. ആളുകളോട് പെരുമാറുമ്പോൾ കലാകാരൻ ഉണ്ടാവേണ്ട വിനയവും ബഹുമാനവും ഈ പ്രായത്തിന് സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി എന്നായിരുന്നു അർജുൻ ആയെങ്കി പോസ്റ്റ് ഇട്ടത്. മാത്രമല്ല പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ അടക്കം വലിയ രീതിയിലുള്ള വിമർശനം മമ്മൂട്ടിക്കെതിരെ ശക്തമാകുന്നുണ്ട്. നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ മമ്മൂട്ടിക്കെതിരെ വരുന്നുണ്ട്. അയാളൊക്കെ സിനിമയിലാണ് ഹീറോ, ജനങ്ങളുടെ കൂടെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറി അതിനേക്കാൾ ഉയരത്തിലാണ് എന്നായിരുന്നു PJ ആർമി എന്നറിയപ്പെടുന്ന റെഡ് ആർമിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞതിലൂടെ മമ്മൂട്ടി ചെറുതായി പോയെന്നായിരുന്നു പോരാളി ഷാജി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റുകളിലൊന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ റഫീഖ് അവിടെ ഉണ്ടായിരുന്നത് ഓർമ്മിപ്പിച്ച് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനുമായ അശോകൻ ചെരുവിൽ ഉൾപ്പെടെ രംഗത്തെത്തി. ഇത് കേരളത്തിന്റെ സാമൂഹിക മൂലധനമാണെന്നും അപൂർവമായി മാത്രമേ ഇങ്ങനെ ഉണ്ടാകൂ എന്നുമായിരുന്നു ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം മമ്മൂട്ടി പ്രതികരിച്ചത്. ഒരു ജനത ആ നാട്ടിലെ നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. അത് ജനങ്ങളുടേതാണ്, നമ്മുടെ ജനങ്ങളുടെ മനസ്സാണിത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടൗൺഷിപ്പ് എന്നും മമ്മൂട്ടി പറഞ്ഞു. നിർമ്മാതാവ് ആൻറ്റോ ജോസഫും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. റഫീഖും അതുപോലെ തന്നെ കൂടെ മമ്മൂട്ടിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മമ്മൂട്ടി നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് മറ്റുള്ളവർ കരുതില്ല എന്ന രീതിയിൽ പ്രതികരണം നടത്തിയത്. അങ്ങനെ പറയണം, അങ്ങനെ മാറ്റി നിർത്തണമായിരുന്നുവെങ്കിൽ അത് സ്വകാര്യമായി പറഞ്ഞുകൂടായിരുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിൽ മറ്റുള്ളവരെ മുന്നിൽ ഒരു പരിഹാസ്യ കഥാപാത്രമാക്കി റഫീഖിനെ മാറ്റി എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ട് മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ റഫീഖ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിലുണ്ടായിരുന്നു. അതേസമയം എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറി നിൽക്കുന്നവരെല്ലാം CPMന്റെ ജില്ലാ സെക്രട്ടറിമാരെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. റഫീഖ് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തയാളാണ്. അതിന്റെ ഭാഗമായാണ് അവിടെ പോയത്. വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമായി സഹകരിച്ചതാണ്. മമ്മൂട്ടി അവിടെ വന്നത് സ്വതന്ത്രമായി കാര്യങ്ങൾ മനസ്സിലാക്കാനാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മമ്മൂട്ടി തിരക്കിനിടയിൽ അവിടെ പോയി കാര്യങ്ങൾ കണ്ട് മഹത്തായ മാതൃക ലോകത്തിന് മുന്നിൽ കാട്ടിയെന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. അവിടെ സന്ദർശിച്ചതിന് മമ്മൂട്ടിയുടെ കേരളം നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. എന്തായാലും പോരാളി ഷാജി അടക്കമുള്ള സൈബർ ഗ്രൂപ്പുകൾ, ഇടത് സൈബർ ഗ്രൂപ്പുകൾ അടക്കം മമ്മൂട്ടിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്. അതിലൊരു പോസ്റ്റ് ഇപ്രകാരമാണ്: റഫീഖിനൊപ്പം മമ്മൂട്ടി എന്ന നടൻ വയനാട് ദുരന്ത ഭൂമിയിൽ ആദ്യമായി ഇന്നെത്തിയതാണ്. അതേ ഭൂമിയിൽ 1000 വട്ടം ചവിട്ടിയവനാണ് റഫീഖ്. ആ റഫീഖ് മമ്മൂട്ടി എന്ന നടനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം കൂടെ നടന്നവനാണ്. മമ്മൂട്ടിക്ക് ആൻറ്റോയും പിഷാരടിയും പോലുള്ള പരിവാരങ്ങളെ അകമ്പടി സേവിക്കാൻ പാടുള്ളൂ എന്ന് ഇനിയെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളണം. ഒരാൾ കൂടെ നടന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് താൻ വന്നതെന്ന് വിചാരിക്കും പോലും. വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയ LDF സർക്കാരിലെ CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ്. കൂടെ നടന്നതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് വേണ്ടിയാണ് മമ്മൂട്ടി വന്നതെന്ന് ഇനി ജനത്തിന് തോന്നിയാലും എന്താണ് കുഴപ്പം? സംഗതി ഞമ്മക്ക് ഇഷ്ടപ്പെട്ട നടനൊക്കെയാണ് മമ്മൂട്ടി. എന്നിരുന്നാലും ഈ അവസരത്തിൽ ഇത് പറയാതിരിക്കാതെ വയ്യ. ഏത് നടനായാലും പുണ്യാത്മാവായാലും നിൽക്കേണ്ടടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ പുല്ലിന്റെ വില പോലും ഉണ്ടാകില്ല എന്നായിരുന്നു പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കുറിപ്പ്. മറ്റൊരു കുറിപ്പ് ഇപ്രകാരമാണ്: മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾ പ്രകൃതി ദുരന്ത മനുഷ്യനെ വിഴുങ്ങുന്ന ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് പോയിട്ടുണ്ടാവില്ല.
അവിടെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുമുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയിട്ടുള്ള, ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട എന്തിനും സദാ സന്നദ്ധരായ മനുഷ്യർ. അവരിൽ ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് മാറി നിൽക്കാൻ പറയാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നടനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആളല്ല നിങ്ങൾ. സാധാരണക്കാരായ മനുഷ്യരുടെ വിയർപ്പിന്റെയും ചോരയുടെയും മണമുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം. മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കലാകാരൻ, എന്ത് മഹാനടൻ? ഒരുമയുടെയും സാഹോദര്യത്തിന്റെ വിയർപ്പ് വീണ മണ്ണിൽ വന്നു നിന്ന് ഏത് തമ്പുരാൻ കൊമ്പ് കുലിക്കാലും പുച്ഛിച്ച് തള്ളും. പാർട്ടിക്കാർക്ക് ഒരു ബ്രാഞ്ച് സെക്രട്ടറിയേക്കാൾ പോലും മുകളിലല്ല ഒരു മെഗാസ്റ്റാറും. മമ്മൂക്ക എന്ന് വിളിച്ച നാവുകൊണ്ട് മാറ്റി വിളിക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അപ്പോഴാണ് ഒരു ജില്ലാ സെക്രട്ടറിയോടുള്ള മെഗാസ്റ്റാർ കളി. അവരൊക്കെ ദുരന്ത സമയത്ത് ചേറിലിറങ്ങി സമാനതകളില്ലാതെ പ്രവർത്തിച്ചവരാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നവരല്ല, അവരെ അകറ്റി നിർത്തിയവരല്ല, മനുഷ്യരെ ചേർത്ത് നിർത്തി വന്നവർ. അങ്ങനെയാണ് ഒരു ഡിവൈഎഫ്ഐക്കാരനെ 35-ാം വയസ്സിൽ പാർട്ടി പിടിച്ച് വയനാട് ജില്ലാ സെക്രട്ടറി ആക്കിയത്. ആദർശങ്ങൾ ഏതുമാകാം, പരസ്പര ബഹുമാനം അത് വലുത്. അത് ഇന്ന് ഒരു മഹാനടന് ഇല്ലാതെ പോയത് നിന്നേക്കാൾ വലിയ നേതാക്കൾ എൻ്റെ അടുത്ത് പോലും നിൽക്കില്ല എന്ന ഹുങ്ക് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് മമ്മൂട്ടിക്ക് നേരെ ഉയരുന്നത്. എന്തായാലും രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം മമ്മൂട്ടിക്കെതിരെ ഉയരുന്നുണ്ട്. അതായത് റഫീഖിനോട് അങ്ങനെ മമ്മൂട്ടി പെരുമാറിയത് ഒട്ടും ഉചിതമായിരുന്നില്ല എന്നതടക്കമുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ്.